Hello everyone, welcome to I+ Training Solutions. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ്രിയോ ഡെൽസാട്ടോ എന്ന ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, ആൻഡ്രിയോ ഡെൽസാട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണിത്. എഴുതിയിട്ടുള്ളത് നമ്മുടെ ഡ്രാമാറ്റിക് മോണോലോഗുകൾ എഴുതി പോപ്പുലർ ആയിട്ടുള്ള റോബർട്ട് ബ്രൗണിംഗ് ആണ് കേട്ടോ. ആൻഡ്രിയോ ഡെൽസാട്ടോ ബൈ റോബർട്ട് ബ്രൗണിംഗ് ഈസ് എ ഡ്രാമാറ്റിക് മോണോലോഗ് where the titular Renaissance painter reflects on his life with his wife Lucretia. Okay, അപ്പൊ ഇതിനകത്ത് നമ്മളൊരു പെയിന്ററിനെയാണ് കാണുന്നത്. പെയിന്ററും വൈഫും ആണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ഈ ഡ്രാമാറ്റിക് മോണോലോഗിൽ എത്തുന്നത്. ഓക്കെ, ഇതൊരു കവിതയുടെ പാറ്റേണിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ആൻഡ്രിയ ഡെൽസാട്ടോയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ആയിട്ടുള്ള ലുക്രീഷ്യയുമാണ്. ഓക്കെ, അവരുടെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ റെനൈസൻസ് പെയിന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത അവർ പെയിന്റേഴ്സ് മാത്രമായിരിക്കത്തില്ല, പെയിന്റർ കം റൈറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തുള്ള ഒരു വിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഡെൽസാട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഡെൽസാട്ടോ പെയിന്റിംഗിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് പെയിന്റിംഗിൽ മാത്രമാണ് കേട്ടോ. പിന്നെ റെനൈസൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നവോത്ഥാനമാണ് അല്ലെ. നവോത്ഥാനമായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സൊസൈറ്റിയുടെ ആ ഒരു സൈക്കിൾ മുഴുവനായിട്ട് റീചെക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ വീണ്ടും ഫോർമുലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള രീതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആൻഡ്രിയ ഡെൽസാട്ടോ എന്ന ഡ്രാമാറ്റിക് മോണോലോഗ് എഴുതിയത് ആരാണ്? നമ്മുടെ സ്വന്തം റോബർട്ട് ബ്രൗണിംഗ് ആണ് കേട്ടോ. ഡ്രാമാറ്റിക് മോണോലോഗുകൾ എഴുതി പോപ്പുലർ ആയിട്ടുള്ള റോബർട്ട് ബ്രൗണിംഗ്. പോർഫീരിയസ് ലവർ ഒക്കെ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വളരെ ഫേമസ് ആയിട്ടുള്ള മോണോലോഗുകളാണ് അല്ലെ. സോ key points include the contrast between his technical mastery and lack of artistic inspiration, his feelings of having settled for a peaceful but unfulfilling existence, and his complex relationship with Lucretia, whom he blames for his mediocrity but also chooses to stay with. ഇല്ലേ, അപ്പൊ ശരിക്കും നമ്മൾ ഈ ഡെൽസാട്ടോയുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാല് ഡെൽസാട്ടോ തന്റെ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ ഹാർഡ്ഷിപ്സിനും ആരെയാണ് ബ്ലെയിം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലുക്രീഷ്യയാണ്. ഓക്കെ, ലുക്രീഷ്യയുടെ ബാഡ് ലക്ക് കാരണമാണ്, അല്ലെങ്കിൽ ലുക്രീഷ്യയുടെ പ്രോപ്പർ പ്രയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ ഡെൽസാട്ടോയെ അന്വേഷിച്ചെത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. എന്നാൽ ഒരിക്കലും ലുക്രീഷ്യയെ ഫ്രീ ആക്കാനോ ലുക്രീഷ്യയിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനോ ആര് റെഡിയല്ല? നമ്മുടെ ഡെൽസാട്ടോ റെഡിയല്ല. Okay, and the poem explores themes of artistic integrity versus commercial success. Okay, and the tension between a fulfilling life and greatness and the nature of love and regret. നമ്മുടെയൊക്കെ ലൈഫിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമുക്കൊരു പീസ്ഫുൾ എക്സിസ്റ്റൻസ് വേണം അല്ലെ. ഫൈനലി നമുക്ക് ചെയ്ത കാര്യങ്ങളിലെല്ലാം നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒന്നും ചെയ്യാതെ, ഇപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആസ്പിറേഷൻസ് ഉണ്ടാവും, ഒന്നും ചെയ്യാതെ ആകരുത് നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യുന്നതെന്ന് നമുക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. സോ ഇതൊക്കെ ഡെൽസാട്ടോയ്ക്കും ഉണ്ട്. ഇങ്ങനെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഡെൽസാട്ടോ. പക്ഷെ ഡെൽസാട്ടോയുടെ ലൈഫിൽ നമ്മുടെ ഒക്കെ ലൈഫിൽ ഉണ്ടാകുന്നത് പോലെ റിപ്പീറ്റഡ് ആയിട്ട് കോൺസിക്വൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കോൺസിക്വൻസസ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ അത് ഡെൽസാട്ടോയെ ഒരുപാട് ഷേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊരു ഡ്രാമാറ്റിക് മോണോലോഗ് ആയതുകൊണ്ട് തന്നെ ദ പോം ഈസ് എ ലോങ് സ്പീച്ച് ബൈ ആൻഡ്രിയ ഡെൽസാട്ടോ ടു ഹിസ് വൈഫ്. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തോണേ. നമുക്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് സ്പീക്കർ ആരാണെന്ന്. ആരാ സ്പീക്കർ? ഡെൽസാട്ടോ ആണ് അല്ലെ. അതുപോലെ തന്നെ ആരാണ് ലിസ്ണർ ആയിട്ട് ഇവിടെ ഉള്ളത്? വൈഫാണ്. ഓക്കെ, ലുക്രീഷ്യയാണ്. ആൻഡ് Lucretia revealing his inner thoughts and turmoil at a moment of tension. Okay, അപ്പോൾ വളരെയധികം ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ലുക്രീഷ്യയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് നമ്മുടെ ഡെൽസാട്ടോ റെഡി ആവുന്നത്. ആർട്ടിസ്റ്റിക് മെഡിയോക്രിറ്റി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വേഴ്സസ് ടെക്നിക്കൽ സ്കിൽ ഇവിടെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ മെഡിയോക്രിറ്റി ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ടെക്നിക്കലി പെർഫെക്റ്റ് പെയിന്റർ ഓർ സെൻസ എറോറി. ഓക്കെ, സെൻസ എറോറി വിത്തൗട്ട് എറേഴ്സ്. അതായത് ഈ എററിന് നമ്മൾ വേറൊരു വാക്ക് പറയും, അതെന്താ? ഫ്ലോ ഇല്ലേ. നിങ്ങളത് ഓർത്തോണേ, എററിന്റെ വേറൊരു വാക്കാണ് ഫ്ലോ എന്ന് പറയുന്നത്. നമുക്കിപ്പോ പൊതുവെ എല്ലാ പരീക്ഷകൾക്കും കോമ്പറ്റേറ്റീവ് എക്സാമിന് എല്ലാം തന്നെ വാക്കുകളുടെ സിനോണിംസ് ചോദിക്കാറുണ്ട്. അപ്പൊ എറർ എന്ന് പറയുന്ന വാക്കിന് ഒരു സിനോണിം ഉണ്ട്, അതാണ് ഫ്ലോ എന്ന് പറയുന്നത്, FLAW. ഓക്കെ, അപ്പൊ അതേ നോക്കിക്കേ, സെൻസ എറോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എറേഴ്സ്, ഒരു തെറ്റുമില്ലാത്ത ഒരു പെർഫെക്റ്റ് വൺ ആകുക എന്നുള്ളതാണ് ഡെൽസാട്ടോയുടെ അൾട്ടിമേറ്റ് എയിം. But lacks the soul and spiritual depth of artists like Michelangelo, and his work is described as having a common grayness compared to the vibrant spiritual arts of others. Okay, പൊതുവെ ഒരു നിരാശയുടെ ഷെയ്ഡ് നമ്മുടെ ഡെൽസാട്ടോയുടെ വർക്കുകളിൽ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നിരാശയുടെ ഒരു ഷെയ്ഡ് അതിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓഫ് ലുക്രീഷ്യ നമുക്ക് കാണാൻ സാധിക്കും. He blames his wife for holding him back,
suggesting he sacrifices artistic ambition to satisfy her demands for luxury and to support for her. Okay, അപ്പോൾ നോക്കിക്കേ ഇൻഫ്ലുവൻസ് ഓഫ് ലുക്രീഷ്യ എങ്ങനെയാണ് ഈ കവിതയിൽ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ he blames his wife for holding him back. Okay, അതായത് ഈ ലുക്രീഷ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹംബിൾ ആയിട്ടുള്ള ഹസ്ബൻഡിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വൈഫാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ട്രബിൾസം ആകുമെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ലുക്രീഷ്യ എന്ത് ചെയ്യും, എല്ലാ വൈഫിനെയും പോലെ എന്ത് ചെയ്യും, ഇദ്ദേഹത്തെ തിരിച്ചു പിടിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ അത് ചെയ്യണ്ട, ആ ഒരു ആക്ഷനിൽ എൻഗേജ്ഡ് ആകണ്ട എന്നുള്ള രീതിയിൽ പുഷ് ബാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, and he sacrificed his artistic ambition to satisfy her demands for luxury and to support her lover. Okay, അപ്പൊ നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന, അതായത് നമ്മുടെ ഇംഗ്ലണ്ട് സൊസൈറ്റിയുടേതായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിക്സ് അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയുടേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരാളാണ് അല്ലെ. അതുകൊണ്ട് ഒരു ലക്ഷറിയസ് ലൈഫ് ജീവിക്കണമെന്നാണ് ലുക്രീഷ്യയുടെ ആഗ്രഹം. അപ്പൊ ലുക്രീഷ്യ ആ ഒരു പോയിന്റിൽ എത്തിക്കാനായിട്ട് കുറെ ഹാർഡ്ഷിപ്പ് നമ്മുടെ ഡെൽസാട്ടോയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. പിന്നെ കൺഫ്രണ്ടിങ് ലിമിറ്റേഷൻസ് ഒരു തീമാണ്. Andrea recognizes his own weakness and inability to take risk. Okay, he has grown complacent and peaceful as old age. Okay, instead of striving for greatness, which is the only path to artistic integrity. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണേ, അതായത് പീസ്ഫുൾ ആസ് ഓൾഡ് ഏജ് എന്ന് ഏത് സ്പീക്കറിനെ ഏത് കവിതയിലാണ് അഡ്രസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആൻഡ്രിയോ ഡെൽസാട്ടോ എന്ന് പറയുന്ന റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രാമാറ്റിക് മോണലോഗില് അതിനകത്തിലെ മെയിൻ ക്യാരക്ടറിനെ തന്നെയാണ് പീസ്ഫുൾ ആസ് ഓൾഡ് ഏജ് എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രത്യേകിച്ച് പുതിയ ടാസ്കുകളൊന്നും ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ ഉള്ളത്. regret and acceptance ഇവിടെയുണ്ട്. While he regrets his choices and sees his life as a failure, he ultimately concludes that he cannot change his past. ഇല്ലേ, അതായത് നമുക്ക് ഈ നമ്മുടെ പാസ്റ്റിനെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. If we want to do anything now, we have to do it now. We have to create it now. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാസ്റ്റിലേക്ക് തിരിച്ചു വന്ന് അതിനെ ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇല്ലേ, നമ്മൾ കവിതകളിലൊക്കെ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ കഥകളിലൊക്കെ കേൾക്കാറുണ്ട് ടൈം മെഷീനെ കുറിച്ച്. ഈ ടൈം മെഷീനിൽ സഞ്ചരിച്ച് നമുക്ക് മടങ്ങി വരാൻ സാധിക്കും, നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. ബട്ട് ദീസ് ഓൾ ആർ സ്റ്റോറീസ്. ഓക്കെ, സ്റ്റോറീസ് ആണ്. അതുകൊണ്ട് നമുക്ക് പാസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രസന്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത കാര്യങ്ങളൊന്നും പിന്നീട് മുന്നോട്ട് സഞ്ചരിച്ചിട്ട് വന്നിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. സോ ഹി സെറ്റിൽസ് ഫോർ വാട്ട് ഹി ഹാസ്, including his relationship with Lucretia, which is a weak-eyed bat that keeps him from the sun of true artistic greatness. അല്ലെ, അപ്പൊ ലുക്രീഷ്യ ആണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ കുറച്ച് കോൺസിക്വൻസസ് ഒക്കെ കൊണ്ടുവരുന്നത്. ആൻഡ് സിംബലിസം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രാമാറ്റിക് മോണലോഗുകളിൽ സിംബലിസം ഇല്ലാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓക്കെ, സിംബലിസത്തിന്റെ എലമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് the poem uses color symbolism, contrasting the gray of Andrea's faded life and ambitions like the golden of past triumphs and moments of transcendence, including Lucretia's hair. എല്ലാ കാര്യങ്ങളും സിംബോളിക്കാ കേട്ടോ. കളറുകളാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് പലപ്പോഴും പല കളറുകളും നമ്മൾ സിംബോളിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. ബ്ലാക്കിന് ഒരു മീനിങ് ഉണ്ടായിരിക്കും, റെഡിന് ഒരു മീനിങ് ഉണ്ടായിരിക്കും, വൈറ്റിന് ഒരു മീനിങ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ ഇവിടെയും കുറച്ച് കളേഴ്സ് ഒക്കെ തന്നെ. ഗ്രേ എന്നത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കുറച്ച് ലൈഫ് തന്നെ കുറച്ച് ട്രബിൾസം ആകുന്നു അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഹാൻഡ് ആകുന്നു എന്നുള്ള മീനിങ് കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ആർട്ട് വേഴ്സസ് ലൈഫ് എന്ന് പറയുന്ന തീമുണ്ട്. ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് ലൈഫ്. ആൻഡ്രിയാസ് ഇനബിലിറ്റി ടു ലീവ് ഇൻ എ ഫുൾ passionate life has toned down his art, leaving him in technical skill but no spirit. അല്ലെ, ടെക്നിക്കലി ഇദ്ദേഹം നല്ലൊരു റൈറ്റർ ആയിട്ടൊക്കെ അല്ലെങ്കിൽ പെയിന്റർ ആയിട്ടൊക്കെ മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ റൈറ്റേഴ്സിനും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് അതുപോലെ ഇൻവൈബ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊന്ന് സമ്മപ്പ് ചെയ്തേ. ആൻഡ്രിയ ഡെൽസാട്ടോ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഡ്രാമാറ്റിക് മോണോലോഗ് എഴുതിയത് ആരാണ്? റോബർട്ട് ബ്രൗണിങ്. ഒരു ചോദ്യം കിട്ടിയല്ലോ. ഇനി അടുത്തതായിട്ട് സ്പീക്കർ ആരാണ്? നമ്മുടെ ഡെൽസാട്ടോ ആണ്. ഇതിനകത്ത് ലിസണർ ആരാണ്? നമ്മുടെ ഡെൽസാട്ടോയുടെ വൈഫ് ആയിട്ടുള്ള ലുക്രീഷ്യയാണ്. ഓക്കെ, അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയുള്ള ഒരു മോണോലോഗാണ്. നിങ്ങൾ ഇത് കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സ്റ്റോറി ഫോമിൽ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ചോദ്യം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.